പ്രിയ സുഹൃത്തുക്കളെ, എക്സലൻറ്റ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോ ചമ്പാഷഷ്ഠി വ്രതത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ ഗായത്രി മഠം ആസ്ട്രോ റിസർച്ച് സെൻറ്റർ എന്ന സ്ഥാപനമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഈ ചമ്പാഷഷ്ഠി? വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠിയാണ് ചമ്പാഷഷ്ഠിയായി സുബ്രഹ്മണ്യ ഭക്തർ ആചരിച്ച് പോരുന്നത്. സ്കന്ദൻ താരകാസുരനെ വധിച്ചത് ചമ്പാഷഷ്ഠി ദിനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ദിവസം ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിച്ചതിനാൽ ഈ തിഥിയിൽ മുരുകനെ കീർത്തിക്കുന്നവർക്ക്, ഭജിക്കുന്നവർക്ക് ഭാഗ്യം, ഐശ്വര്യം, കീർത്തി തുടങ്ങിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു കഥയും ചമ്പാഷഷ്ഠിയുമായി പ്രചാരത്തിലുണ്ട്. പ്രണവത്തിൻ്റെ അർത്ഥം അറിയാത്തതിന് ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ ബ്രഹ്മാവിനെ കാരാഗൃഹത്തിൽ അടച്ചു എന്നും ഈ പാപം തീരുന്നതിന് സർപ്പസ്വരൂപിയായി സഞ്ചരിക്കാൻ തുടങ്ങിയെന്നും പറയുന്നു. സർപ്പരൂപത്തിൽ നിന്ന് സുബ്രഹ്മണ്യന് മോചനം സിദ്ധിച്ചത് വൃശ്ചിക മാസത്തിലെ ചമ്പാഷഷ്ഠി നാളിലായിരുന്നു എന്നാണ് വിശ്വാസം. എത്ര കഠിനമായ സർപ്പദോഷങ്ങൾ തീരുന്നതിനും ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുകയും വൃശ്ചികത്തിലെ ഷഷ്ഠി നാളിൽ അഥവാ ചമ്പാഷഷ്ഠി നാളിൽ വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യനെ പൂജിക്കുന്നതും ആയില്യം നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ നാഗർകാവിൽ പൂജകളും വഴിപാടുകളും നടത്തുന്നതും ഉത്തമമാണ്. ഇത്തരം ലഘുവായ പരിഹാര മാർഗങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മുടെ ഭക്തജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഏർപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പൂജകളും വഴിപാടുകളും നടത്തുന്നത്. ഇത്തരം വിലയേറിയ വഴിപാടുകളും പൂജകളും കൊണ്ട് കലിയുഗത്തിൽ ഫലമില്ല എന്ന വസ്തുത നാം അറിയണം. ശ്രീമദ് മഹാഭാഗവതം തന്നെ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കലിയുഗത്തിൽ നാം സ്വയം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്കും നാമജപങ്ങൾക്കുമാണ് പ്രാധാന്യം. ഇന്ന് അഭ്യസ്തവിദ്യരായ മാതാപിതാക്കളുടെ മക്കൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം നിത്യവും കാണുന്നത്. ജാതകവശാലുള്ള ദോഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് ഉത്തമ പരിഹാരമാണ് ഷഷ്ഠി നാളിൽ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത്. ഇത് എത്ര അമ്മമാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? മക്കളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന നമ്മുടെ അമ്മമാർ നല്ല ഭാവിക്കായി ആത്മീയ തലത്തിലൂടെ വ്യാപരിക്കുക കൂടി ചെയ്യണമെന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. നമ്മുടെ പൂർവികർ ഒന്നും വെറുതെ പറഞ്ഞു വെച്ചതല്ല എന്ന് നാം ഓർക്കണം. ഓമനിച്ചു വളർത്തുന്ന പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു. എന്താണ് ഇതിന് കാരണം? ജാതകത്തിൽ സമ്പന്ന യോഗമാണ് കാണുന്നത്, പക്ഷേ ജീവിതം പടുകുഴിയിലായിപ്പോയി. ഇതിന് കാരണം ആ കുട്ടിയുടെ ആർത്തവ ദിനത്തിലെ നമ്മുടെ അശ്രദ്ധയാണ്. ഇന്ന് പല അമ്മമാർക്കും സ്വന്തം കുട്ടിയുടെ ആദ്യ ആർത്തവ ദിനം പോലും ഓർമ്മയില്ല. ഇതിനും ഉത്തമ പരിഹാരം കുട്ടികളുടെ ജന്മനക്ഷത്ര ദിവസം തോറും ജന്മനക്ഷത്ര ദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മാതാപിതാക്കൾ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദുർഗാനടയിൽ കുട്ടിയെയും കൊണ്ട് ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് തിരുമുൽക്കാഴ്ച സമർപ്പണം നടത്തുക എന്നത് കവിഞ്ഞു മറ്റൊന്നും ചെയ്യേണ്ടതില്ല. 100% ഫലപ്രാപ്തി ഉറപ്പാണ്. മഹാരോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് രോഗശാന്തി കൈവരിക്കുന്നതിനും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നതിനും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു നൽകുന്ന ഔഷധ തീർത്ഥം സേവിക്കുകയും ഇഷ്ടദേവതയുടെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്. എത്ര കടുത്ത ദാമ്പത്യ ദുഃഖം അനുഭവിക്കുന്നവർക്കും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെയും രണ്ടുപേരുടെയും ഗ്രഹനില വിശദമായി പരിശോധിച്ച് അതിൽ പറയുന്ന ദേവതകൾക്ക് വിധിപ്രകാരം വഴിപാടുകൾ കഴിക്കുകയും ചെയ്താൽ അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകും.
ഇതെല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ശ്രീ ഗായത്രി മഠത്തിൽ ജ്യോതിഷോപദേശം തേടിയിട്ടുള്ള നൂറുകണക്കിന് ഭക്തരുടെ അനുഭവങ്ങളാണിത്. ഇവരിൽ ആരും തന്നെ ആയിരങ്ങൾ മുടക്കി പൂജകൾ ചെയ്തവരല്ല. ശ്രീ ഗായത്രി മഠം ആരിൽ നിന്നും പണം ചോദിച്ചു വാങ്ങാറില്ല. ഇത് ദേവോപാസനയാണ്. ഭക്തർ തരുന്ന ചെറിയ ദക്ഷിണകൾ മനസ്സോട് സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് 4 തലമുറകളായി മഠം സ്വീകരിച്ചു വരുന്നത്. ആ പണം തെരുവിലുറങ്ങുന്ന പട്ടിണി പാവങ്ങൾക്ക് അത്താഴം നൽകുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സധൈര്യം പറയുവാനാകും, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ, ഭക്തിയോടെ, ശുദ്ധിയോടെ പാലിക്കുക. നിങ്ങളുടെ വിഷമതകൾക്ക് പരിഹാരമുണ്ടാകും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ചോ നിങ്ങളുടെ ജാതക സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചോ വിശദമായി അറിയുന്നതിന് ഞങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.